ഉദാഹരണത്തിന് കുടുംബശ്രീ പദ്ധതി. ഇത് കുടുംബശ്രീ പദ്ധതിയുടെ ഒരു മാസികയാണ്. സ്ത്രീയും തൊഴിലും എന്ന മാസിക ഇറക്കിയത് കുടുംബശ്രീയിലെ സ്ത്രീകൾ തന്നെയാണ്. കാരണം കുടുംബശ്രീയിലെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും പൊതുരംഗത്ത് സ്ത്രീകളുടെ കഴിവിനെ തെളിയിക്കാനും സാധിച്ചു. കുടുംബശ്രീയിലൂടെ സമ്പാദ്യം എന്ന പദ്ധതിയിൽ സ്ത്രീകൾക്ക് പ്രതീക്ഷ ജനിപ്പിച്ചു. ഇതോടെ സ്ത്രീ സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുമെന്നായി. മാത്രമല്ല, തുടർന്ന് തൊഴിൽ സാധ്യതകളും കുടുംബശ്രീ ഭാഗമായി നിലവിൽ വന്നു. കുടുംബശ്രീ കൂട്ടായ്മയിൽ നിന്നും ധാരാളം കുടിൽ വ്യവസായങ്ങൾ രൂപപ്പെട്ടു വന്നു. ഇത് ഗ്രാമീണ സ്ത്രീ സമൂഹത്തിന് ഒരു പുതിയ ഉന്മേഷമായി. ജീവിത നിലവാരങ്ങളിൽ നിന്ന് ഇത് മാറ്റങ്ങൾ വരുത്തി. സ്ത്രീ ദുർബലരല്ല, ശക്തി പ്രാപിക്കാൻ ഇനിയും സാധിക്കുമെന്നായി. സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീ സമൂഹത്തിലും അല്പം ആത്മവിശ്വാസം നേടിക്കൊടുത്തു. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു സാക്ഷരതാ പരിപാടിയും പൂർണ്ണത പ്രാപിക്കുകയുണ്ടായി. 33% ഉണ്ടായിരുന്ന സംവരണം സ്ത്രീ സമൂഹത്തിന്റെ കഴിവിന്റെ പ്രാമുഖ്യത്തിൽ 50% മാറ്റപ്പെട്ടു. എങ്കിലും പാർലമെന്റിലേക്കും മന്ത്രിസഭയിലേക്കും സംവരണത്തെ എത്തിയില്ല. സ്ത്രീകളുടെ സാമൂഹ്യ സേവനത്തിന്റെ പ്രാമുഖ്യം കൂടുതൽ വ്യക്തമാകുന്നതോടെ വീണ്ടും സംവരണം നടപ്പാക്കണം. സ്ത്രീ ശാക്തീകരണത്തിലൂടെ നിയമ സാമൂഹിക രംഗങ്ങളിൽ ഒരു പരിധിവരെ സ്ത്രീകൾ മുന്നേറ്റം പ്രാപിച്ചു. എങ്കിലും സ്ത്രീത്വത്തിന്റെ അവകാശങ്ങൾ പലപ്പോഴും വലച്ചു ചീന്തപ്പെടുന്നു. ജോലി സ്ഥലങ്ങളിലും വഴിയോരങ്ങളിലും വീടുകളിലും യാത്രയുമെല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. അതിനായി സ്ത്രീകൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്ന ചാർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്.